ഉത്സവവും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, വീഡിയോ ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കുറച്ച് ഡിലേ വന്നു, അതാണ്. അപ്പം നമ്മളിന്ന് പകൽപോലത്തിനാട്ടോ വന്നിരിക്കുന്നത്. വീടിൻ്റെ അടുത്ത അമ്പലങ്ങളിലൊക്കെ ഒരുമിച്ച് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിടത്ത് തീരുമ്പോൾ മറ്റേടത്ത് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പം ഞാനും അമ്മയും കുഞ്ഞും കൂടി ആട്ടോ വന്നത്, വേറെ ആരും ഉണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ ആനേനെ കണ്ടിങ്ങനെ നിൽക്കുവാണേ. അപ്പം അമ്മ അകത്ത് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഞാൻ കുഞ്ഞായിട്ട് പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. കാരണം ഇവക്ക് ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനായിട്ട് സൈഡിൽ മാറി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ 5 ആനയാണ് ഉള്ളത്. അപ്പോൾ 5 ആന ആനപ്പന്തലിലോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ നിരനിരയിട്ടിരിക്കുന്നത്. ആന ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ആന ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനും കുഞ്ഞും അമ്മയും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വലം വെച്ച് തൊഴുതേ ഉള്ളൂ, അകത്തോട്ട് കയറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലക്കാള. ഇത് അവർ തന്നെ വളർത്തുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇവർക്ക് അമ്പലക്കാളനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മസാല ദോശ അത് നിർബന്ധമാണ്.